മക്കളെ, കൗരവ പാണ്ഡവ യുദ്ധം 4-ാം ദിവസം അവസാനിക്കുമ്പോൾ കൗരവർക്ക് വലിയ നഷ്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കൗരവ സഹോദരന്മാരിൽ 7 പേർ ഭീമൻ്റെ കൈകളാൽ വധിക്കപ്പെട്ടു. ദുര്യോധനന് അത് വലിയ ദുഃഖത്തിന് കാരണമായി. 4-ാം ദിവസം അവസാനിക്കുമ്പോൾ രാക്ഷസീയ ശക്തിയോടെ ആഞ്ഞടിച്ച ഘടോൽക്കജൻ ഭഗദത്തിനെ രൂക്ഷമായി ആക്രമിച്ചു. ഭഗദത്തിൻ്റെ സഹായത്തിനെത്തിയ ഭീഷ്മർ ഘടോൽഖജൻ്റെ രൂക്ഷഭാവം കണ്ട് നേരിടാൻ കഴിയാതെ തന്ത്രപൂർവ്വം യുദ്ധം അവസാനിപ്പിച്ചു. പാണ്ഡവർ ആ വിജയം ആഘോഷമാക്കി. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, എൻ്റെ മക്കൾ ദയനീയമായി പരാജയപ്പെട്ടതിൽ എനിക്ക് വലിയ ദുഃഖം തോന്നുന്നു. എങ്ങനെയെല്ലാം യുദ്ധം ചെയ്തിട്ടും പരാജയം നമ്മുടെ പക്ഷത്താണ്. നമുക്ക് വിജയിക്കാൻ ഒരു മാർഗവുമില്ലേ? നിങ്ങളുടെ വിവരണം എൻ്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുകയാണ്. എൻ്റെ മക്കളെ നേർവഴിക്ക് നടത്തി വിജയത്തിലെത്തിക്കാൻ കഴിവുള്ള ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിലില്ലേ? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, പാണ്ഡവർക്ക് വിജയം കിട്ടുന്നത് മന്ത്രവും തന്ത്രവും ഒന്നും കൊണ്ടല്ല. അവർ ധർമ്മിഷ്ഠരും അധ്വാനശീലരുമാണ്. ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാകൂ. അധ്വാനമല്ലാതെ അതിന് കുറുക്ക് വഴികൾ വേറൊന്നുമില്ല. അങ്ങയുടെ ദുർബുദ്ധികളായ മക്കൾ സദാ വിജയത്തെക്കുറിച്ച് ആലോചിച്ച് അധർമ്മമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ അവർക്കെങ്ങനെ വിജയിക്കാൻ കഴിയും? പാണ്ഡവരെ ഏതെല്ലാം വിധത്തിൽ അവർ ദ്രോഹിച്ചുവെന്ന് ഞാൻ പറയണോ? അങ്ങയെ ഭീഷ്മരും ദ്രോണരും വിതുരരുമൊക്കെ എത്ര തവണ ഉപദേശിച്ചു. ആരെങ്കിലും അത് ചെവിക്കൊണ്ടോ? മരണം ആസന്നമായിരിക്കുന്ന ഒരുവന് മരുന്ന് കൊടുത്തിട്ട് എന്തു ഫലം? രാജാവേ, ഈ അവസാന നിമിഷത്തിൽ ഗുണദോഷ ഭാഷണം കൊണ്ട് എന്താണ് ഫലമുണ്ടാകാൻ പോകുന്നത്? രാജാവെ, കേട്ടറിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. തോറ്റ് വിഷണനായിരിക്കുന്ന അങ്ങയുടെ മൂത്ത പുത്രൻ ഭീഷ്മ പിതാമഹനെ കണ്ട് പരാതി പറഞ്ഞു. പിതാമഹ, ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്ന യുദ്ധവീരന്മാരായ അങ്ങും ദ്രോണരും മഹാരഥന്മാരായ രാജാക്കന്മാരുമെല്ലാം നമ്മുടെ പക്ഷത്തായിട്ടും എൻ്റെ സഹോദരന്മാരെ ഭീമനിൽ നിന്നും രക്ഷിക്കുവാൻ ആയില്ല. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവുകയാണ്. എന്താണ് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം? ഭീഷ്മർ പറഞ്ഞു, സുയോധന, ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൻ്റെ ശത്രുപക്ഷത്താണ്. അദ്ദേഹം ഉള്ളിടത്തോളം കാലം പാണ്ഡവരെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. പുണ്യാത്മാക്കളായ ഋഷിവൈര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം ഞാൻ പറയാം. ഒരിക്കൽ ബ്രഹ്മാവും മഹർഷിമാരും ഗന്ധമാദന പർവ്വതത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളിമേഘങ്ങൾക്കിടയിൽ ഒരു വിമാനം സഞ്ചരിക്കുന്നത് ബ്രഹ്മാവ് കാണുവാനിടയായി. അദ്ദേഹം വേഗം എഴുന്നേറ്റ് അതിനെ കൈകൂപ്പി നമസ്കരിച്ചു. ഇത് കണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ദേവന്മാരും മഹർഷിമാരും അദ്ദേഹത്തോടൊപ്പം വിമാനത്തെ നമസ്കരിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഭഗവാനെ, ലോകം ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭയമോ ജിജ്ഞാസയോ ഇല്ലാതെ ഇവിടെ ജീവിക്കുവാൻ കഴിയുന്നത്. അവിടുന്ന് യദുവംശത്തിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തണമേ. അപ്പോൾ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മദേവ, യോഗശക്തി കൊണ്ട് നിങ്ങളുടെ അഭിലാഷം ഞാൻ മനസ്സിലാക്കുന്നു. ആ ആഗ്രഹം സഫലമാവുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ് വിഷ്ണു അപ്രത്യക്ഷനായി. ഈ സമയത്ത് ദേവന്മാരും ഋഷിമാരും അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, ഭഗവൻ, അങ്ങ് ആരെയാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് സംസാരിച്ചത്? ബ്രഹ്മദേവൻ പറഞ്ഞു, സർവ്വ ജീവജാലങ്ങൾക്കും കാരണമായവനും ബ്രഹ്മസ്വരൂപവുമായ സാക്ഷാൽ മഹാവിഷ്ണുവാണത്. ദൈത്യന്മാരും ദാനവന്മാരും ഇപ്പോൾ മനുഷ്യകുലത്തിൽ പിറന്നിരിക്കുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങളാൽ ഭൂമി പാപപങ്കിലമായി കഴിഞ്ഞു. അവർ ഭഗവാന്റെ നന്മകളെ നിരാകരിക്കുന്നു. അതിനാൽ ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്യണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഏതൊരുവനാണോ ശംഖചക്ര ഗദാപത്മധാരിയായ ആ സർവേശ്വരനെ നിഷേധിക്കുന്നത്, അവർക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുകയില്ല. ദുര്യോധനനോട് ഈ വിവരങ്ങൾ പറഞ്ഞിട്ട് ഭീഷ്മർ തുടർന്നു. ദുര്യോധന, ദേവന്മാരോടും മഹർഷിമാരോടും എല്ലാം വിവരിച്ചു പറഞ്ഞിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് തിരികെ പോയി. ദേവന്മാർ സ്വർഗത്തിലേക്കും മടങ്ങി. ഇതേക്കുറിച്ച് മഹർഷിമാർ നടത്തിയ ചർച്ചകളിൽ നിന്നും ആണ് ഈ കഥ ഞാൻ അറിഞ്ഞത്. നാരദനും വ്യാസദേവനും പരശുരാമനും മാർക്കണ്ഡേയ മഹർഷിയുമൊക്കെ ഈ കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മഹർഷീശ്വരന്മാരും ഞാനുമൊക്കെ നിന്നെ ഉപദേശിച്ചത്. ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമുള്ള പാണ്ഡവ സൈന്യത്തെ തോൽപ്പിക്കുവാൻ ആരാലും കഴിയില്ലെന്നും യുദ്ധം ഒഴിവാക്കണമെന്നും ഞങ്ങൾ അപേക്ഷിച്ചില്ലേ? പക്ഷെ നീ അതൊന്നും ചെവിക്കൊണ്ടില്ല. മകനെ, ശ്രീകൃഷ്ണനെയും പാർത്ഥനെയും
എതിർക്കണമെന്ന് നീ തീരുമാനിച്ചത് നിന്റെ മുൻജന്മ പാപം കൊണ്ടാണ്. അവർ ധർമ്മം വെടിഞ്ഞ് ഒന്നും ചെയ്യില്ല. ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാകൂ. അപ്പോൾ ദുര്യോധനൻ ചോദിച്ചു, പിതാമഹ, സമസ്ത ജീവജാലങ്ങളുടെയും സർവ്വ ഇന്ദ്രിയങ്ങളെയും ഭരിക്കുന്നതായി പറയപ്പെടുന്ന വസുദേവപുത്രനായ ശ്രീകൃഷ്ണൻ്റെ ഉൽപ്പത്തിയും സ്ഥിതിയും അറിയുവാൻ കഴിയുമോ? സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഭീഷ്മർ ശ്രീകൃഷ്ണൻ്റെ കഥ മുഴുവനും അങ്ങയുടെ പുത്രന് പറഞ്ഞു കൊടുത്തു. ആ കഥ കേട്ടപ്പോൾ സുയോധനന് ഭഗവാനോട് പൂർവാധികം ഭക്തിയായി. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ മഹത്വങ്ങൾ നീ മനസ്സിലാക്കിയിരിക്കുന്നു. പാർത്ഥൻ്റെ വൈഭവവും ഞാൻ വിശദമാക്കി തന്നിട്ടുണ്ട്. നരനാരായണന്മാരായ അവരുടെ സാന്നിധ്യം പാണ്ഡവർക്ക് വിജയം ഉറപ്പാക്കുന്നു. മകനെ, നീ ഇപ്പോഴും വൈകിട്ടില്ല. പാണ്ഡവരുമായി സന്ധി ചെയ്ത് ഭീകരമായ ഈ യുദ്ധം ഒഴിവാക്കുക. പാണ്ഡവർ ശത്രുക്കളല്ല. നിന്റെ മനസ്സിൽ അവരോടുള്ള ശത്രുത ഉപേക്ഷിച്ച് സഹോദരങ്ങൾക്കൊപ്പം ഈ ലോകജീവിതം സുഖകരമായി ആസ്വദിക്കൂ. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞിട്ട് പിതാമഹൻ വിശ്രമിച്ചു. ധൃതരാഷ്ട്രർ ചോദിച്ചു, എൻ്റെ മകൻ പിന്നീട് എന്തു ചെയ്തു? രാജാവേ, നിർവികാരമായിരുന്നു ദുര്യോധനൻ്റെ മുഖം. ഒരു സത്ചിന്തയും ആ മനസ്സിൽ ഉത്ഭവിച്ചതായി തോന്നുന്നില്ല. രാജാവേ, അടുത്ത ദിവസവും യുദ്ധം തുടങ്ങി. ഭീഷ്മർ മകരവ്യൂഹമാണ് യുദ്ധത്തിന് തയ്യാറാക്കിയത്. ഒരു വലിയ സൈന്യവുമായി അദ്ദേഹം കൗരവ സൈന്യത്തിനുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഭീമൻ കൗരവ സൈന്യത്തിലേക്ക് പാഞ്ഞു കയറി ഭീഷ്മരെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ ഭീഷ്മരുടെ യുദ്ധവൈഭവത്തിന് മുന്നിൽ പാണ്ഡവ സൈന്യം ചക്രശ്വാസം വലിച്ചു. ഇത് കണ്ട് അർജുനൻ പാഞ്ഞെത്തി ഭീഷ്മരെ തടഞ്ഞു. അപ്പോഴും ആൾനാശമുണ്ടായത് കൗരവപക്ഷത്തിനായിരുന്നു. ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചു. ആചാര്യ, അങ്ങും ഭീഷ്മ പിതാമഹനും ഒക്കെ എൻ്റെ ഒപ്പം ഉള്ളതിനാലാണ് ഞാൻ ദേവന്മാരെ പോലും വകവയ്ക്കാതെ പാണ്ഡവരുമായി യുദ്ധത്തിനൊരുങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവർ മൂലം പരാജയം നമ്മളെ വിട്ടൊഴിയുന്നില്ല. പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുവാൻ എന്തെങ്കിലും വഴി കണ്ടെത്തുക. ഈ വാക്കുകൾ കേട്ട് ആചാര്യൻ സാത്യകി നയിച്ച പടയോട് ഘോരമായി യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ദ്രോണരും സാത്യകിയും തമ്മിലായി യുദ്ധം. ദ്രോണരോട് ചേർത്ത് നിൽക്കാൻ സാത്യകി പാടുപെടുന്നത് കണ്ട് ഭീമസേനൻ പോർമുഖമേറ്റെടുത്തു. പിന്നീട് ദ്രോണരും ഭീമനും തമ്മിലായി യുദ്ധം. അവരുടെ യുദ്ധം മുറുകിയപ്പോൾ ഭീഷ്മർ ശല്യർക്കൊപ്പമെത്തി ദ്രോണരെ സഹായിച്ചു. ഇത് കണ്ട് അഭിമന്യുവും ദ്രൗപദിയുടെ മക്കളുമെത്തി കൗരവ സൈന്യത്തെ തടഞ്ഞു. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, ഉച്ചയായപ്പോഴേക്കും യുദ്ധത്തിൻ്റെ രീതിയാകെ മാറി. ഇരുപക്ഷത്തു നിന്നും പ്രമുഖരായ പലരും യമലോകം പോയി. ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ട് ഘോരമായി യുദ്ധം ചെയ്തുകൊണ്ട് അർജുനൻ ഭീഷ്മരെ എതിർത്തു. ഗാന്ധീവത്തിൻ്റെ ഞാണുലിയും ഭഗവാന്റെ ശംഖായ പാഞ്ചജന്യത്തിൻ്റെ നാദവും ആ ഭൂമിയിലാകെ അലയടിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദം കൗരവ സൈന്യത്തിൽ മരണഭീതി വിതച്ചു. അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്യുമ്പോൾ തടയാൻ വന്ന കൗരവ സൈന്യം ഭയന്നും ക്ഷീണിച്ചും പിൻവാങ്ങി. തേരുകളിൽ നിന്നും കുതിരസൈന്യത്തിൽ നിന്നും ശരജാലങ്ങളേറ്റ് ധാരാളം പേർ നിലം പതിച്ച് മരിക്കുന്നുണ്ടായിരുന്നു. ഇരുപക്ഷത്തെയും മഹാരഥന്മാർ പരസ്പരം ഏറ്റുമുട്ടി. ആര് ആരോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കലുഷമായിരുന്നു കുരുക്ഷേത്രം. ഭീഷ്മർ പാർത്ഥനുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അവന്തിയിലെ രാജാവ് കാശി രാജാവുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഭീമസേനൻ ജയദ്രഥനോടും ശല്യർ യുധിഷ്ഠിരനോടുമാണ് ഏറ്റുമുട്ടുന്നത്. വിരാട രാജാവാണ് ദുര്യോധനനെ നേരിടുന്നത്. അങ്ങനെ പലരും പരസ്പരം ഏറ്റുമുട്ടുന്ന രംഗം അതിഭീകരം ആയിരുന്നു. സൂര്യതാപം മൂലം കുരുക്ഷേത്ര ഭൂമി വെന്തുരുകി. ഭീഷ്മർ ഇടയ്ക്കിടെ ഭീമസേനനെ തടയുന്നുണ്ട്. സാത്യകി പാഞ്ഞു വന്ന് പിതാമഹനെ ശരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ആ ശരകൂടം നിസ്സാരമായി തകർത്തുകൊണ്ട് ഭീഷ്മർ സാത്യകിയുടെ സാരഥിയെ വധിച്ചു. വിരാട രാജാവും ഭീഷ്മരോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. അയാൾ അയച്ച ശരങ്ങളേറ്റ് ഭീഷ്മരുടെ കുതിരകൾക്ക് മുറിവേറ്റു. ഭീഷ്മർ പാണ്ഡവസേനയെ സംഹരിക്കുന്നത് കണ്ട് ദൃഷ്ടദ്യുമ്നൻ അടങ്ങിയ വീരന്മാർ ഭീഷ്മരോട് ചെറുത്തു. അവർ നമ്മുടെ സൈന്യത്തെ അരിഞ്ഞു തള്ളി. അപ്പോൾ അശ്വത്ഥാമാവും അർജുനനും തമ്മിൽ യുദ്ധം ചെയ്യുകയായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ വില്ല് പാർത്ഥൻ തകർത്തു. മറ്റൊരു വില്ലെടുത്ത ദ്രോണപുത്രൻ പാർത്ഥനെയും ശ്രീകൃഷ്ണനെയും ശരങ്ങളാൽ മുറിവേൽപ്പിച്ചു. പാർത്ഥൻ പ്രയോഗിച്ച ഒരസ്ത്രത്താൽ അശ്വത്ഥാമാവിൻ്റെ പോർച്ചട്ട തകർന്നു. അപ്പോൾ അയാൾ ഭീഷ്മർക്ക് തുണ നൽകുവാൻ പോയി. സാത്യകിയുടെ ശൗര്യം കണ്ട് ദുര്യോധനൻ ഒരു വലിയ രഥസൈന്യത്തെ അങ്ങോട്ടയച്ചു. യുദ്ധം ഭീതിയും മരണവും വിതച്ചുകൊണ്ട് മുന്നേറി. ആ ദിവസം വൈകുമ്പോഴേക്കും അർജുനനെ എതിർക്കുവാൻ
ദുര്യോധനൻ അയച്ച സൈന്യത്തിൽ നിന്ന് 25,000 പേരെ അർജുനൻ വധിച്ചിരുന്നു. യുദ്ധഭൂമിയിൽ ശിരസറ്റും അംഗഭംഗം വന്നും മരിച്ചവരുടെ കബന്ധങ്ങൾ നിറഞ്ഞുകിടന്നു. സമയം സന്ധ്യയായപ്പോഴേക്കും മഹാരഥന്മാരും യുദ്ധമൃഗങ്ങളുമെല്ലാം തളർന്നിരുന്നു. അതോടെ 4-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചതായി ഭീഷ്മർ വിളംബരം ചെയ്തു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.